ജ്യോതിഷ കൗൺസിലിംഗ് ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സുസ്വാഗതം. 15/4/2025 ചൊവ്വാഴ്ച. ഈ വർഷത്തെ വിഷുഫലവും ഇന്നേ ദിവസത്തെ നക്ഷത്രത്തിൻ്റെ ഗുണദോഷ ഫലങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത്. വിശാഖ നക്ഷത്രം 52 നാഴിക 20 വിനാഴികയാണുള്ളത്. അതായത് 3 AM 12 ഉണ്ട്. തുലാക്കൂറിൽപ്പെട്ടൊരു നക്ഷത്രമാണ് വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ വ്യാഴമാണ്. വ്യാഴദശ 16 വർഷക്കാലമാണുള്ളത്. ഇത് ജനിച്ച സമയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എത്ര വർഷം വ്യാഴദശ ഇവർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ കൂടിയാണ് വ്യാഴം. ഈ വിശാഖ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ: വ്യാഴം 16 വർഷം, ശനി 19, ബുധൻ 17, കേതു 7, ശുക്രൻ 20, ആദിത്യൻ 6. ഇങ്ങനെയാണ് ഇവരുടെ ദശാകാലങ്ങൾ. ദശാകാലത്ത് ജാതകത്തിലെ ആ ഗ്രഹത്തിൻ്റെ സ്ഥിതി മനസ്സിലാക്കി വേണം ഇത്രമാത്രം ദോഷമുണ്ട് അല്ലെങ്കിൽ ഗുണമുണ്ടെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ആധിക്യം കൂടുതലാണെങ്കിൽ നിങ്ങൾ ജാതകം പരിശോധിച്ച് അതിനുള്ള പരിഹാര കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ഗ്രഹങ്ങളുടെ ദശാകാലത്തും യാതൊരു ഗുണങ്ങളും കിട്ടാത്ത ഒരുപാട് ജാതകരുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആ ജാതകത്തിൽ അങ്ങനെയുള്ള ഗുണങ്ങളൊന്നും കിട്ടാത്തത് എന്ന് ജാതകം പരിശോധിച്ച് അതിന് പരിഹാരം കാണേണ്ടതാണ്. വിശാഖം ഒരു ഊന്നാളല്ല. അതുകൊണ്ട് ശുഭകർമ്മങ്ങൾക്കൊന്നും തന്നെ ഈ നക്ഷത്രം എടുക്കാറില്ല. വൃത്തിദോഷത്തിൽ അകന്നാൾ ദോഷം ഉണ്ട്. ഈ വർഷം മെയ് 14 വരെ ദൈവാധീനം മറഞ്ഞൊരവസ്ഥയാണ് ഈ നക്ഷത്രക്കാർക്കുള്ളത്. മെയ് 14 കഴിയുന്നതോടുകൂടി ഈശ്വരാധീനം ഉണ്ടാകുന്നതാണ്. ഈ വർഷത്തിൽ വിശാഖ നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര ഗുണപ്രദമല്ല. എങ്കിലും നിങ്ങളുടെ ജാതകം പരിശോധിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് ഗുണദോഷ പരിഹാരങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ജാതകത്തിൽ ഗ്രഹസ്ഥിതി പോലെയായിരിക്കും ഫലസ്ഥിതി ഉണ്ടാകുന്നത്. ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ മാറ്റം: വ്യാഴം, ശനി, രാഹു, കേതു. നിങ്ങൾക്ക് ഈ ദശാകാലം ഈ ഗ്രഹങ്ങളിൽ എത്രമാത്രം അനുകൂലമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി ചെയ്യേണ്ടതുണ്ട്. ജോലി ലഭിക്കാൻ യോഗം കാണുന്നുണ്ട്. വിവാഹം നടക്കാൻ യോഗം കാണുന്നുണ്ട്. കടം വീട്ടാനും പണയ വസ്തുക്കൾ തിരിച്ചെടുക്കാനും വീട് പണി പൂർത്തീകരിക്കാനും യോഗം കാണുന്നുണ്ട്. വാഹനം വാങ്ങാനും വീടിന് വേണ്ടി ധനം ചെലവാക്കാനും യോഗം കാണുന്നു. സഹപ്രവർത്തകർ മൂലം വിഷമതകൾ ഉണ്ടാകാൻ യോഗം കാണുന്നുണ്ട്. പൊതുപ്രവർത്തകർക്ക് പേരുദോഷം കേൾക്കാൻ യോഗം കാണുന്നുണ്ട്. ഒരുപാട് ധനം വന്നു കയറാനുള്ള യോഗം കാണുന്നുണ്ട്. ആരോഗ്യപരമായ നല്ലൊരു കാലമാണ്. പരീക്ഷയിൽ വിജയം നേടും. യാത്രയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. വളരെ സന്തോഷകരമായ കാലമാണിത്. കുടുംബജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ജീവിതത്തിലെ കഷ്ടതകൾക്ക് ഒരു പരിഹാരം കാണുന്നുണ്ട്. ഈശ്വര അനുഗ്രഹം കൊണ്ട് നല്ല മാറ്റങ്ങൾ സംഭവിക്കും. കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടാൻ യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷം കൂടിയാണിത്. ഏറ്റവും കൂടുതൽ ദോഷങ്ങളാണ് വിശാഖ നക്ഷത്രക്കാർക്കുള്ളത്. എന്നിരുന്നാലും മോശമല്ലാത്ത ഗുണങ്ങളും ഇവരെ തേടിയെത്തുന്നുണ്ട്. അത് വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് പറയുന്നത്. ഈ വിശാഖ നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ ദശാസന്ധി അല്ല ദശാപകാര കാലം ഏതാണെന്ന് അറിയാൻ, അല്ല ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, പ്ലേസ് ഓഫ് ബർത്ത്, ടൈം ഓഫ് ബർത്ത് കൃത്യമായി ഇടുക. അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഓക്കെ.